السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل وصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കണമായ വിഷയങ്ങൾ എന്തിനെ ചെന്നിട്ടുള്ള വിഷയങ്ങളാണ് പ്രത്യേകിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടുള്ളത്. മരിപ്പു ചൊല്ലത് ഞങ്ങൾ വിചാരിച്ച പോലെ ഒരു മനുഷ്യർ അല്ലാഹു തആല കൊടുക്കടെ ശിക്ഷ ഉണ്ട, അല്ലെങ്കിൽ ഒരു മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യർ അല്ലാഹു വലിയൊരു ബേജാറ് കിട്ടേണ്ട ഞങ്ങൾ അർത്ഥാക്കിട്ടിക്കുക. യഥാർത്ഥത്തിൽ മരിപ്പു ചെന്നങ്ങനല്ല. മരിപ്പുകോ ഇസ്ലാം ദീനിൽ ബലമുണ്ട്. മരിപ്പിനെ സംബന്ധിച്ച് യഥാർത്ഥമായ സത്യവിശ്വാസി അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടും റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിട്ടും അന്ത്യനാളും എല്ലാ വിശ്വാസമുള്ളെങ്കിലത്തെ ഒരു മനുഷ്യര് മരിപ്പു ചൊല്ലത് ചൊമ്മ ഉപകാരമുള്ളെങ്കിലത്തെ ഒരു വിഷയമായിരിക്കും. മെയിനായിട്ട് റബ്ബുമായിട്ട് നേരിട്ട് ആ കാണുകൊള്ളൊരു അവകാശം, റബ്ബുരട്ടെ എത്തുകൊള്ളൊരു അവകാശമാണ് മരിപ്പു ചൊല്ലത്. തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലെ ഒരു മനുഷ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണമെങ്കിലത്തെ ഒരു ഹദിയ, ഒരു തുഹ്ഫ, ഒരു ഗിഫ്റ്റായിട്ട് മരിപ്പു ചൊല്ലതുണ്ട്. ഞങ്ങൾ മരിപ്പൂടെ ഒരുത്ത മരിച്ചാൽ അള്ളാഹു മരിച്ചു പോയാ പോവാ അതുകൊണ്ട് എന്തൊരു അവസ്ഥമാ ഞങ്ങൾ ഒട്ടിക്കഴിയുന്ന ഇപ്പം മരിച്ചു പോയാൽ ചെന്നിട്ടു ഞങ്ങൾ കൊണ്ട് ഒരു എന്തിരമാ ഒരു ഗുളിക്ക് പോകുന്നവൻ്റെ പോലെ, എന്തിരമാ ഒരു വിഷമത്തിൽ പോകുന്നവൻ്റെ പോലെ കാണണ്ട. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യ, അള്ളാഹുടെ പേടിയുള്ളെങ്കിലത്തെ ഒരു മനുഷ്യ, അള്ളാഹുടെ ഇഷ്ടത്തിൽ പിർസാകിട്ട് ജീവിച്ചെങ്കിലത്തെ ഒരു മനുഷ്യക്ക് മരിപ്പു ചൊല്ലത് തുഹ്ഫ, അള്ളാഹു അവന് കൊടുക്കണമെങ്കിലത്തെ ഒരു വലിയൊരു ഗിഫ്റ്റ്, ചെറിയ ഗിഫ്റ്റല്ല, വലിയൊരു ഗിഫ്റ്റ് ഉണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പരിപാടി. ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു വഅദു ചൊല്ലുമ്പോൾ ചൊല്ലു, യാ അഹ്ലൽ ഖുലൂദ്, ഓ ശാശ്വതമായി ജീവിക്കുന്ന ആൾമാരെ, യാ അഹ്ലൽ ബഖാ, ഓ ബാക്കിയാവുടെ ആൾമാരെ, ഇന്നകും ലം തുഖ്ലഖൂ ലിൽ ഫനാ, നശിപ്പിക്കോ വേണ്ടിയിട്ടല്ല നിങ്ങൾ സിറ്റിയാക്കിയേ, വൈനമാ ഖുലിഖ്തും ലിൽ ഖുലൂദ്, നിങ്ങളെ സിറ്റിയാക്കിയേ അല്ലാഹു തആല ഉണ്ടാക്കിയേ ശാശ്വതമായി ജീവിക്കോ വേണ്ടിയിട്ടാണ്, വൽ അബദ്, എന്നേക്കും ജീവിക്കോ വേണ്ടിയിട്ടായിരിക്കരുത്. അപ്പോൾ ഒരു മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ട് അഭിസംബോധന ആക്കിയിട്ടാക്കിയ വാഴലാണ് ചൊല്ലെ ശാശ്വതമായി ജീവിക്കുന്ന ആൾമാരുണ്ട്, ബാക്കിയാവുടെ ആൾമാർ. അതിലർത്ഥം വൈന്നക്കും തൻഖുലൂന മിൻ ദാരിൻ ഇലാ ദാർ, നിങ്ങൾ ഈ ദുനിയാവിൽ ബാക്കിയാവില്ല, ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ബാക്കിയാവില്ല ഉണ്ടല്ല, ഒരു റായത്ത് ഇനൊരു റായത്ത് നിങ്ങൾ പോണ്ടേ, അത്ര ട്രാൻസ്ഫർ ആവിടെ, അത്ര ഈ റായത്ത് ഇനൊരു റായത്തിൽ ട്രാൻസ്ഫർ ആവിടെ, അല്ലാണ്ട് നിങ്ങൾ തീരേണ്ട അർത്ഥമല്ല. മരിക്കരെ ചൊല്ലുമ്പോൾ ഇങ്ങോട്ട് തീർന്നു പോയാൽ നിങ്ങൾ ജീവന തീരുന്നതിൻ്റെ അർത്ഥമല്ല. ഈ റായത്തെ ദുനിയാവ് ചൊല്ലെ ഈ നശിഞ്ഞെങ്കത്തെ ഒരു ബലയില്ല എങ്കത്തെ ഈ റായത്തിൽ നിന്നിട്ട് ശാശ്വതമായ ലോകത്തിൽ എത്തറാറ്, അതാണ് മരിപ്പിന്റെ അർത്ഥം. അത്രേ ഉള്ള മരിപ്പ് കൊണ്ട് സംഭവിക്കുന്ന വിഷയ. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വസനതുഹു, ദുനിയാവ് ചൊല്ലത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലായിരിക്കും. ദുനിയാവ് മുഅ്മിനിക്ക് എപ്പോഴും ഒരു കൊസിരി ജാഗിയ ചൊല്ലുകയില്ല, ഒരു ജയിലായിരിക്കും. വിഷമങ്ങളും രോഗങ്ങളും ബലാഗുകളും മുസീബത്തുകളും തലകുത്തുകളും ഇങ്ങനെ പല 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 നിലക്കുള്ളെങ്കിലത്തെ ടെൻഷനുകളും പല വിഷമവും നിറഞ്ഞെങ്കിലത്തെ ഒരു ലോകമാണ് മുഅ്മിനിക്ക് ദുനിയാവ് ചൊല്ലൊരു ജയിൽ പോലെ ഇരിക്കുന്നത്. സനത്തുഹു, അവനക്ക് പല നിലക്കുള്ള ബറകാലങ്ങളും പല നിലക്കുള്ള കഷ്ടതകളും ഉള്ളെങ്കിലത്തെ ഒരു ജാഗയായിരിക്കും മുഅ്മിനെ സംബന്ധിച്ച്. ഫൈദാ ഫാറഖ ദുനിയ, ഒരു മുഅ്മിനായ മനുഷ്യ ദുനിയാവിൽ നിന്ന് പുറത്തു വന്നാണ്ടായെങ്കിൽ ഫാറഖ സിജ്ന വസ്സന, ഓണ് ജയിലിൽ നിന്നിട്ടും ഈ ബറകാലത്തിൽ നിന്നും പുറത്തു വന്നാണ്ടായിരിക്കും. അഥവാ ഒരു മുഅ്മിനായ മനുഷ്യ ദുനിയാവിലോങ്കോ അവയ്ക്കോ കാരിക്കോ ബംഗ്ലാവിക്കോ ഫുഡ് എന്തെല്ലാം ആഹാരങ്ങളിക്കോ എന്തിന്നെങ്കും മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര കിട്ടെങ്കിലത്തെ സുഖങ്ങൾ നോക്കുമ്പോൾ ശാശ്വതമായി തീരാത്ത സുഖങ്ങളും രോഗങ്ങളില്ലാത്ത ജീവിതവും
ടെൻഷനില്ലാത്ത ജീവിതവും എല്ലാ ആഡംബരങ്ങളെ കൊണ്ട് നിറഞ്ഞെങ്കത്തെ ആ മരണാനന്തര ജീവനത്തെ നോക്കുമ്പോൾ ദുനിയാവിൽ ഒരു മനുഷ്യൻ എത്രേ കൊസിയെന്നെങ്കിലും അതൊരു ജയിലേ ആയിട്ടിക്കട്, അവനക്കൊരു കഷ്ടമേ ആയിട്ടിക്കട്. കാരണം ഊടെ ഒരു കൊസിക്ക് ശാശ്വതമല്ല, ഊടെ കൊസി ശാശ്വതമല്ല. ഇന്നൊരു കൊസിയുള്ളത് കൊണ്ട് ഓടും വർഷപൂർത്തി കൊസിക്കറാണ് ചൊല്ലകാവില്ല. ഒരു ഇതെല്ലാം ആഫിയത്തിലുള്ള അതുകൊണ്ടിട്ട് ഇന്നടുത്ത് ആഫിയത്തിലായാൻ ചൊല്ലകാവില്ല. ഒരു പല്ലുടെ ആശുപത്രി പോയിട്ട് വന്ന എല്ലാ പല്ലുടെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കിയിട്ട് ഭാരി ചന്താക്കിയിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നിന്റെ പല്ല് എല്ലാം കറക്റ്റ് ആയിട്ട് എന്ത് തൊന്തരില്ല, എല്ലാം സമയത്ത് റൂട്ട് ക്യാനലായിട്ട് അതായിട്ട് ഇതായിട്ട് ഭാരി പെർഫെക്റ്റ് ഉണ്ടോണ്ട് ഒരു 6 തിങ്കൾ 1 വർഷം കഴിഞ്ഞിട്ട് പെരോ പല്ല് കുത്തും പെരോ വട്ടയും പിറ്റും തുടങ്ങും. അപ്പം അങ്ങനെ ഒരു മനുഷ്യരെ സുഖാചുള്ളത് ഈ ദുനിയാവിൽ ഏതും ശാശ്വതമില്ല. മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ കിട്ടിയ എല്ലാം നശ്വറായിട്ടിക്കടെ കൂടി എന്ത് സുഖം കിട്ടിയെങ്കിലും അതൊരു ശാശ്വത സുഖാചുള്ളവില്ല. എത്ര വലിയ അധികാരിയായെങ്കിലും എത്ര വലിയ രാജാവായെങ്കിലും ഓൻ്റെ അധികാരം നിലനിൽക്കട്, ഓടെ അതേ ഇതിലിക്കടാ ചെന്നിട്ട് ആ കൊസിലെ രാജ പ്രൗഢിയിലിക്കടാ ചെന്നിട്ടു ഒരിക്കലും ചൊല്ലുക സാധ്യമില്ല. ദുനിയാവ് ചൊല്ലത് അങ്ങനെ ആയിട്ടിക്കട്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നശ്വര തീർന്നു പോകേണ്ടതായിട്ടിക്കട്, അതൊരിക്കലും നമ്പകാവാത്തതായിരിക്കട്. പക്ഷേ ഓണു കിട്ടുമെങ്കത്തെ ഉഖ്റവിയായ ആഖിറത്തിൽ കിട്ടുമെങ്കത്തെ സുഖങ്ങൾ നോക്കിയെങ്കിൽ ദുനിയാവ് ചൊല്ലി ജയിലിൽ നിന്നിട്ട് വലിയൊരു സുഖാഡംബരകാണ് പോണ്ടേ ചെന്നിട്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ടിട്ടും മരിപ്പു ചൊല്ലുന്നൊരു മഹത്വമുള്ളൊരു വിഷയമായതുകൊണ്ടിട്ടും ഇമാമിങ്ങ കിതാബുകളിൽ വെടിപാട്ടാറ് അത്തർഹീബു മിൻ കറാഹിയത്തിൽ ഇൻസാനി അൽ മൗത. അല്ലെ, നമുക്ക് മരിപ്പു ചൊല്ലുന്നത് എപ്പോഴോ ഒരു വെറുപ്പാണ്. മരിക്കണമോ വേണ്ട മരിക്കോ തീരാ കൂടെ മരിക്കണം എല്ലാവരും സാധാരണ. പക്ഷെ ഇമാമിങ്ങ വെടിപാട്ട് അത്തർഹീബു മിൻ കറാഹിയത്തിൽ ഇൻസാനി അൽ മൗത, മനുഷ്യ മരിപ്പുടെ വെറുപ്പായിട്ട് കാണുന്നതിനെ സംബന്ധിച്ചിട്ട് പേടിപാട്ടണോ, അഥവാ മരിപ്പുടെ ഒരു വെറുപ്പായിട്ട് അനിഷ്ടമായിട്ട് കാണുക തീരാ. മരിപ്പു ചൊല്ലി ഇഷ്ടമില്ലാത്തൊരു വസ്തു പോലെ അതിനെ കാണുക തീരാ, അത് സമല്ല. തർഗീബ് ഫീ തലഖീഹി ബിർറിളാ വസ്സുറൂർ ഇദാ നസല. ഒരു മനുഷ്യക്ക് മരിപ്പ് വന്നിട്ടായെങ്കിൽ ഓണ് പിന്നെ തൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ അതിനെ സ്വീകരിക്കുക റെഡിയാവണോ. ഒരു മനുഷ്യൻ മരിപ്പ് വന്നിട്ടുണ്ടായെങ്കിൽ ഞാൻ മരിക്കണമാവാ എൻ്റെ അവസ്ഥ എന്തിനാവാ ചെന്നിട്ടു അങ്ങനെ ഒരു മനുഷ്യൻ എന്താക്കുന്ന മുഅ്മിനായ മനുഷ്യ മരിപ്പുടെ ആ ഒരു അർസ പോലെ ഒരു ബാൻഡാത്തത് പോലെ കാണാണ്ട് ഒരു മരിപ്പൊരു മനുഷ്യ ബണ്ടുണ്ടായെങ്കിൽ തൃപ്തിയോടുകൂടെ കൊസിയോടുകൂടെ ഇതിൽ സ്വീകരിക്കണം റെഡിയാവണോ. എന്ത് ഹുബ്ബൻ ലിലിഖാഇല്ലാഹി അസ്സ വജൽ, മരിപ്പ് കൊണ്ട് ചൊമ്മ നേട്ടങ്ങൾ കിട്ട് അതിൽ വെച്ച് ഏറ്റവും വലിയൊരു നേട്ടമായിട്ടിക്കട് അള്ളാഹുടെ കാണുകൊള്ള അവകാശം മരിപ്പായിട്ടിക്കട്. റബ്ബുമായിട്ട് റബ്ബുടെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുകൊള്ള അവകാശ, അള്ളാഹുരട്ട് പോയി എത്തുകൊള്ള അവകാശ, അത് മരിപ്പാണ് കിട്ടേ. അതെല്ലാം ആശിച്ചിട്ട് മരിപ്പുടെ സ്വീകരിക്കണോണ്ടാണ് ഇമാമിക പടിപാട്ടേ ആറുള്ളാർ എൻ്റെ മരിപ്പുടെ അങ്ങനെ ഒരു സ്വീകരിക്കണ കൊസിയോടുകൂടെ സ്വീകരിക്കണ ആറുള്ളാർ മരിക്കണ മനുഷ്യർ എന്തെല്ലാത്തൊരു ടെൻഷനാണ് മരിപ്പ് ചൊല്ലുമ്പോൾ. മരിക്കോ ആഗ്രഹിക്കേണ്ടതല്ല നാ മരിക്കടെ അങ്ങനത്തെ ഒന്ന് ഇസ്ലാം ദീന് അല്ല എൻ്റെ മരിപ്പാട് ചെന്ന് ദുവാറക്കണോ, അത് ഇസ്ലാം ദീൻ ചൊല്ലൂല്ലേ. മരിപ്പാട്ടോട് ചെന്ന് ദുവാറക്കണോ അങ്ങനത്തെ എന്തും ഇല്ല, അതല്ല നല്ല വിഷയം എന്തുമല്ല. പക്ഷെ ഒത്ത മരിപ്പ് കിട്ടേണ്ടെങ്കിൽ അതിൽ സ്വീകരിക്കണം, സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം, അതാണ് അതിനർത്ഥം. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലേ മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. ഒരു മനുഷ്യക്ക് അള്ളാഹുടെ കാണുന്നതുകൊണ്ട് ഇഷ്ടമുണ്ടാ, അള്ളാഹും അവൻ്റെ കാണൽ ഇഷ്ടപ്പെട്ട്. ഒമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹല്ലാഹു ലിഖാഅഹു. ഒരു മനുഷ്യർക്ക് അള്ളാഹുടെ കാണേണ്ടത് ഇഷ്ടമല്ലേ, അള്ളാഹുവും അവൻ്റെ കാണേണ്ടത് ഇഷ്ടമില്ല. അപ്പം അള്ളാഹുടെ കാണുകൊണ്ട് ഒരു മനുഷ്യർക്ക് ഇഷ്ടമെങ്കിൽ അള്ളാഹുക്ക് അത് ഇഷ്ടമായിരിക്കരുത്. ഇല്ല എനിക്ക് അള്ളാഹുടെ കാണുക ഇഷ്ടമില്ലേ അല്ലെങ്കിൽ അള്ളാഹുക്കും നിങ്ങളെ കാണുക ഇഷ്ടമില്ല. അപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയെ കേൾക്കിടാറ് നബിയെ നകളിൽ നിന്നിട്ട് ചൊമ്മത്തങ്ങും മരിപ്പുടെ എന്താക്കിടാറ് വെറുപ്പായിട്ട് കാണാറല്ലേ, മരിപ്പുടെ വെറുപ്പായിട്ട് കാണാറല്ലേ. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് എന്തിനാ നബിയെ ഞങ്ങൾ ചൊല്ലാറ് ചെന്നപ്പോ ഈസദാലിക കറാഹിയത്തിൽ മൗത്ത്, മരിപ്പുടെ വെറുക്കരുത് അങ്ങനെയല്ല. ലാക്കിനിൽ മുഅ്മിനു ഇദാ ഹളറ ജാഅഹുൽ ബശീറു മിനല്ലാഹ്. ഒരു മനുഷ്യ ഒരു മുഅ്മിനായ മനുഷ്യ മരിക്കറാണ്ടായെങ്കിൽ ആ മരിക്കുന്ന ടൈമിൽ അള്ളാഹുടെ ഭാഗത്തിലൊരു സുവാർത്ത സന്തോഷ വാർത്ത നമുക്ക് പറയൂല.
ആ സന്തോഷ വാർത്ത അള്ളാഹുടെ റഹ്മത്തിന് പല നിലക്കുള്ള വിഷയങ്ങളും വരുമ്പോൾ ലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി മിൻ അൻ യകൂന ഖദ് ലഖിയ അല്ലാഹ്, ഓൺ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയ അള്ളാഹുടെ കണ്ടതായിട്ട് വരൂ. ഒരു യഥാർത്ഥമായ മുഅ്മിൻ ഓണ് മരിക്കറാണ്ടായെങ്കിൽ ആ മരിക്കറ ടൈമിൽ അള്ളാഹുടെ പ്രത്യേക റഹ്മത്തുകളെ ഓണ് ഓർത്തിട്ടു, അള്ളാഹുടെ പ്രത്യേകമായ സന്തോഷങ്ങളോട് കിട്ടിയിട്ട് ഓണ് പിന്നെ എന്തിഷ്ടപ്പെട്ട അള്ളാഹുടെ കണ്ടെമ്മയ്യാവും, അള്ളാഹുടെ കണ്ടെമ്മയ്യാവും, ആ റബ്ബിടൊന്ന് കണ്ടെമ്മയ്യാവും. അതല്ലേ അമ്പിയാക്കളും റസൂലുള്ളാഹി തങ്ങളും അതുപോലത്തെ മഹാന്മാരെ ചരിത്രത്തിൽ നോക്കി എന്തിനു വേണോ അള്ളാഹുടെ കാണുന്ന ദുനിയാവിൽ ബാക്കിയാവണം, ആ ദുനിയാവിൽ ബാക്കിയാവില്ല ഒക്കെ അള്ളാഹുടെ കാണണം. അങ്ങനെയാണ് അങ്ങ് ചെന്നത് അസ്രായിലൊട്ടിയ ಬೆಡಕಾಯ ಮನುಷ್ಯ അല്ലെങ്കിൽ ಕಾಫಿನಾಯ ಮನುಷ್ಯ ಅವನಿಗೂ ಮೀತೋ ಮರಿಪು ಬಂದಂದಾയെങ്കിൽ ഓണുകോ ഓൺ അനുഭവിക്കുന്ന ഷർറുകളും ഓൺ പിന്നീട് അനുഭവിക്കുന്ന ശിക്ഷകളും പലതും എന്തായിരിക്കട് ഓണ്ടപ്പെട്ട വരും. അപ്പോൾ ആ ടൈമിലും ഇതെല്ലാം ഞാൻ അനുഭവിക്കാനുള്ള വിചാരിച്ചിട്ട് അള്ളാഹുടെ കാണ്ടതിരെ ഓണു വെറുപ്പായിട്ട് അതൊരു ബെടക്കായിട്ട് കാണ്ട അള്ളാഹും ഓണ്ട് ബെടക്കായിട്ട് കണ്ട് മരിപ്പുലേട്ടാവില്ല. അള്ളാഹു കൊണ്ട് കാണ്ടത് ഇഷ്ടയ്ക്കല്ല എന്തത് ഓൺ അത്രയും ദുനിയാവിലാക്കി വെച്ചിര ബെടക്കത്തരങ്ങളും ഓണ്ട് ബെടക്ക് പ്രവർത്തനങ്ങളും ഓൺ എന്തെല്ലാം ഈ ദുനിയാവിലാക്കി വെച്ചിര. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഓൺ കാണ്ടത് ഇഷ്ടമല്ല, ഓൺ മരിപ്പ് ഇഷ്ടമല്ല. അതുകൊണ്ട് അള്ളാഹു താലകും കൊണ്ട് കാണ്ടത് ഇഷ്ടമല്ല ചെന്നിട്ടായിരിക്കും. അപ്പം അതുകൊണ്ടിട്ടു ദുനിയാവിലും നന്മകളും ഇബാദത്തുകളും ആഖിറത്തുകളിലെ സ്വത്തുകളും ആ ദിക്റുകളും സ്വലാത്തുകളും നിസ്കാരങ്ങളും സ്വതക്കകളും ഇതെല്ലാം കുറേ ആക്കി വെച്ചാണ്ടായെങ്കിൽ മരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ വളരെ ഖുഷിയോടുകൂടെ നമുക്ക് കിട്ടുമെങ്കിൽ പിന്നീട് കിട്ടുന്ന ഓരോരോ സുഖങ്ങൾ ആസ്വദിച്ചിട്ട് ഖുഷിയോടുകൂടെ പെരിയുക മീനിങ്ങളെ. അതല്ലേ വേണ്ടേ? മരിക്കുമ്പോൾ അങ്ങനെയല്ല മരിക്കണമായത്. അല്ല നമുക്ക് മരിപ്പ് വേണ്ട, ആ മരിപ്പ് നമുക്ക് എന്താക്കണമെന്നാണ് ഈ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ശിക്ഷരെ കൊടുത്തിട്ട് ഈ മനുഷ്യൻ എങ്ങനെ പിന്നെ മരിക്കട്ടെ, വളരെ പ്രയാസമായിട്ട്. അല്ലാഹു നല്ല മരിപ്പുകൾ ഒന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാമിക ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം ചൊല്ലെ അൽ മൗതു കഫാറത്തുൽ ലിക്കുല്ലി മുസ്ലിം, മരിപ്പു ചൊല്ലത് ഏത് മുസ്ലിമായ മനുഷ്യവും ഒരു കഫാറത്തോണ്ട് ദോഷമാഫാക്കുന്ന വിഷയമായിരിക്കും. മരിപ്പ് കൊണ്ടിട്ടു ദോഷമാഫ് അവിടെ ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട ഒരു ഹദീസിൽ ചൊല്ലു ഇന്നില അഖ്റുജു അഹദൻ മിന ദുനിയ വാന ഉരീദു അൻ അർഹമഹു അത്തഹുഫീഹു ബികുല്ലി ഖതീഅത്തിൻ കാന അമിലഹ സഖമം ഫി ജസദിഹി. അല്ലാഹു തആല சொல்ற விஷயம் இருக்குது. ஒரு மனுஷருக்கு நான் அவனோட கிருப காட்டுறேன். மனுஷருக்கு அவனோ ഈ ദുനിയാവിലാക്കിയ വിഷയത്തിൽ ആഖിറത്തിയെ നാം മാറ്റി വെക്കില്ല. ദുനിയാവിൽ തപ്പാക്കുമ്പോൾ പലപ്പോഴും രോഗങ്ങൾ തന്നിട്ട് ആ ദോഷങ്ങൾ അല്ലാഹു തആല മാഫാക്കും. ഞങ്ങാക്കിങ്കത്തെ ദോഷത്തെ അല്ലാഹു തആല കിരുഫയോടുകൂടെ കണ്ടിട്ട് ഞങ്ങൾ നല്ലാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ചിലപ്പോൾ സീക്കുന്നുണ്ട്. അങ്ങനെങ്കിലും ദോഷം മാഫായി പോട്ടു. മുസീബത്ത് തണ്ട് സ്വന്തമല്ല കുടുംബത്തിൽ മുസീബത്ത്, മക്കൾക്ക് എന്തെങ്കിലും ഉപദ്ര, കുടുംബത്തിന് പല രോഗങ്ങളോ വിഷമങ്ങളോ ഉണ്ട്, അതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കുന്ന ഒരു കിരുഫയുണ്ടോല ഞങ്ങളെ ദോഷം മാഫാക്കും. അതേപോലെ ജീവിത ಕಷ್ಟ, ಅವ ಕೆಟ್ಟ ಕಷ್ಟ, ചോറിനോ കഷ്ട, ഔത്തൊരു ജീവനമേ കഷ്ട, അതൊരു മനുഷ്യക്ക് ദോഷമാപ്പാക്കാൻ ഒരു കാരണമായിരിക്കും. റിസ്കിൽ ഒരു കഷ്ടത്തര ഉണ്ടാവിടെ. ഇതല്ലോ അങ്ങനെ ആക്കിയിട്ട് മനുഷ്യരെ ഇതാക്കട അല്ലാഹു തആല ചൊല്ലെ ഓണ്ട് ദോഷത്തെ ആ നിലക്കെല്ലാം മാപ്പാക്കിയിട്ട് കൊണ്ട് നല്ലാക്കാൻ വേണ്ടി നാം ശ്രമിക്കട്ടെ. അങ്ങനെ പിന്നെയും ഓണ്ട് ദോഷം വീട്ട് ബാക്കിയിട്ട് രോഗങ്ങൾ തന്നിട്ടും വിഷമങ്ങൾ തന്നിട്ടും കഷ്ടങ്ങൾ തന്നിട്ടും ഓണ്ടേ ദോഷം തീരില്ല, ഇനിയും ദോഷം ഉണ്ടുണ്ടായെങ്കിൽ ഓണുക്ക് നാണ് മരിപ്പൊന്ന് സ്ട്രോങ് ആക്കട്ടെ. സ്ട്രോങ് ആയ മരിപ്പിനാ കൊടുക്കട്ടെ. ആ സ്ട്രോങ് ആയ മരിപ്പ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ മരിപ്പ് ഈ മനുഷ്യരെ നമ്മുടെ ഭയത്തിൽ നിന്ന് പണ്ട് കിടാവിടെ പോലെ ദോഷത്തിൽ നിന്ന് മുക്തമാക്കി കൊടുക്കൂ. അപ്പോൾ മരിപ്പ് കൊണ്ടും ദോഷമാഫാക്കൽ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നതുമാണ് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാവിടെ മീനിങ്ങളെ. അപ്പം അങ്ങനെ ഒരു മനുഷ്യർക്ക് മരിപ്പ് കൊണ്ടും ഖൈർ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ടാണ് ഹദീസുകൾ ചെന്നിട്ടുണ്ടെങ്കിൽ വിഷയം. ഇനി പെട്ടെന്നുള്ള മരിപ്പുകളുണ്ട്. ഇന്നത്തെ കാലത്ത് വളരെ അധികരിച്ചെങ്കിൽ വിഷയങ്ങളാണ്. പെട്ടെന്നുള്ള മരിപ്പ്, പെട്ടെന്ന് മരിക്കടെ, അതിനെ സംബന്ധിച്ചിട്ടും ഹദീസുകൾ ചൊല്ലെ റാഹത്തുൽ മുഅ്മിൻ, മുഅ്മിനിക്ക് ഒരു റാഹത്തായിരിക്കും. മുഅ്മിൻ അല്ലാഹുവോട് യഥാർത്ഥമായിട്ട് പേടിച്ച് ജീവിക്കുന്ന ആൾ, അഥവാ ആഖിറത്തെ ഓർത്തുകൊണ്ടു മനുഷ്യന്മാരെ ഹക്കടമായിട്ട് ജാഗ്രതയിൽ ജീവിച്ചുകൊണ്ടു മനുഷ്യന്മാർക്ക് ഉപദ്രാക്കാണ്ട്
മനുഷ്യന്മാർക്ക് കഷ്ടത കൊടുക്കാണ്ട് അക്രമ കൊടുക്കാണ്ട് നല്ല നിലക്ക് ജീവിക്കുന്ന ആൾ, ഒരു നിസ്കാരം ബാക്കിയില്ലാണ്ട് ജീവിക്കുന്ന ആൾ, ദിക്റുകളും ഇബാദത്തുകളുമായി അള്ളാഹുടെ പേടിയോടുകൂടി ജീവിക്കുന്ന ഒരാളുണ്ടായെങ്കിൽ അയാൾക്ക് പെട്ടെന്നുള്ള മരിപ്പ് റാഹത്താണോ? റാഹത്ത്, അവനൊരു സന്തോഷമായിരിക്കരുത്. അഖ്ദത്തു അസഫിൻ ലിൽ കാഫിർ, ഇതല്ലാത്ത ഇതിൽ ഓപ്പോസിറ്റിലുള്ള ആൾ, മുഅ്മിന്റെ ഓപ്പോസിറ്റിലുള്ള ആൾ, അതേപോലെ ബെടക്കത്തരത്തിൽ ജീവിക്കുന്ന ആൾ, ഇന്നൊരുത്തക്ക് ഉപദ്രാക്കിയോണ്ടോ, ഇന്നൊരുത്തരെ എണ്ണിയോണ്ടോ, ഇന്നൊരുത്തക്ക് ആക്രമിച്ചോണ്ടോ, ഇന്നൊരുത്തരെ സ്വത്ത് എന്താക്കിയോ നശിപ്പിച്ചോണ്ടോ, അല്ലെങ്കിൽ സ്വത്ത് കബളിച്ചുകൊണ്ടോ ഇങ്ങനെ ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏതായിരിക്കട് പെട്ടെന്നുള്ള മരണാച്ചുള്ളത് ഓണ്ട് ഒരു പിടിയായിരിക്കട്, ഒരു വല്ലാത്തൊരു പിടിയായിരിക്കട്, ഓണ്ടൊരു ആദാബ് പോലെ ആയിരിക്കട്. എന്ത്? പിന്നെ ആൾമാരുടെ മാഫ് കാക്കുക സാധ്യമല്ല, പിന്നെ ആൾമാരുടെ മാഫ് കേൾക്കുക സാധ്യമല്ല, മാഫ് കേൾക്കോ ടൈമില്ല, ആൾമാരുടെ ഇനി നല്ല ആക്കുള്ള ഒരു വിഷയവും ഓണിക്കില്ല, ഓണ്ട് പിന്നെ ആൾമാരുടെ തൗബാക്കുള്ള ടൈമില്ല. അതല്ലാതെ യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും തൗബാക്കി വേണ്ടിക്കടാ, ഓണ്ട് എപ്പോഴും തൗബത്തിലിക്കടാ, എപ്പോഴും ഓടുണ്ടാക്കിട മരണാനന്തര ജീവനത്തിൽ റെഡി ആയിട്ടിക്കട. അപ്പോൾ ഓണക്ക് ഗോസ്തിയായിട്ടിക്കട്. ഈ തമ്മാടിയായ മനുഷ്യനല്ല, ഓണക്ക് ദോഷത്ത് തൗബാക്കോ ടൈമില്ല, ഓണക്ക് എന്തില്ല ആൾമാർ ഹക്കടമാടിൽ നിന്ന് പുറത്തു പോരോ ടൈമില്ല, ഓണ് പിന്നെ എന്തായിരിക്കട് വലിയൊരു എന്തായിരിക്കട് ഒരു പിടി, ഓണക്കൊരു ശിക്ഷ പോലെ ആയിരിക്കട്. ഓണ്ടെ സംബന്ധിച്ചിടത്തോളം ഏത് പെട്ടെന്നുള്ള മരിപ്പ് ചൊല്ലത് അതിനെ സംബന്ധിച്ചിട്ടും ഇമാമി ആ നിലക്കാണ് നമുക്ക് ഒരുപാട് തന്നെ ഇങ്ങനത്തെ വിഷയം. ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മരിപ്പോ നല്ല മുഅ്മിനായ യഥാർത്ഥ സത്യവിശ്വാസി കിട്ട് നല്ല മരിപ്പായിട്ട് അല്ലാഹു തആല ആക്കി തരുമാറാകട്ടെ. ഞങ്ങൾക്ക് ആ മരിക്കുന്ന ടൈമിൽ സന്തോഷത്തിൽ മരിക്കുക, സ്വർഗീയ സുഖാഡംബരങ്ങൾ ആസ്വദിച്ചിട്ട് അതിലെ സുഖങ്ങൾ നോക്കിയിട്ട് അത് കണ്ടിട്ട് നല്ല നിലക്ക് മരിക്കുള്ള സൗഭാഗ്യം അല്ലാഹു തആല തരട്ടെ. ഞങ്ങളെ മരണം അല്ലാഹു ഒരിക്കലും അദാബുകൾ കണ്ടിട്ട് ഒരു വേണ്ടാത്തൊരു ലോകത്തിന് പോയോണ്ടുള്ള ചെന്നിട്ടു ആ ഒരു സ്ഥിതിക്ക് അല്ലാഹു തആല നല്ല എത്തുപാടാണ്ട് അല്ലാഹു ഞങ്ങളെ സലാമത്താക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഞങ്ങളെ ഉന്നതമായ സ്ഥാനത്ത്